എല്ലാവർക്കും നമസ്കാരം. നെഫ്റ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ്റെ കുറിച്ചാണ്. ഏതൊരു ടെക്നോളജി എടുത്താലും അതിനൊരു വലിയൊരു ചരിത്രം ഉണ്ടാവും. ഇപ്പോൾ ഇന്റർനെറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു വലിയൊരു ചരിത്രം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടെക്നോളജിയുടെ ചരിത്രം പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും ഈ ഒരു ടെക്നോളജി അല്ല ഒരു വലിയൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരുന്നു എന്ന്. സോ നമുക്ക് ബ്ലോക്ക് ചെയിൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോകറൻസി NFTs അതിന്റെ പിന്നിലുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1991 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് Stornettയും അതുപോലെ തന്നെ സ്റ്റുവർട്ട് ഹാബറുമാണ്. ആ ഒരു ടൈമിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വലിയൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് എ കമ്പ്യൂട്ടേഷണൽ സൊല്യൂഷൻ ഫോർ ദ ടൈം സ്റ്റാമ്പിംഗ് ഇൻ ഡിജിറ്റൽ ഡോക്യുമെന്റ്സ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയല്ല, ഒരു ഡിജിറ്റൽ വേൾഡിൽ ടൈം സ്റ്റാമ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടാവും എന്താണ് ആ ഒരു വലിയ പ്രോബ്ലം ടൈം സ്റ്റാമ്പിംഗ്. ടൈം സ്റ്റാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ ഇവന്റ് നടക്കുമ്പോൾ നമ്മൾ ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതൊരു ഡിജിറ്റൽ ഇവന്റ് ആയിട്ട് കൂട്ടാം. ഈ ഒരു ഡിജിറ്റൽ ഇവന്റ് നടക്കുമ്പോൾ തന്നെ ആ ഡിജിറ്റൽ ഇവന്റ് നടന്ന ഡേറ്റും ടൈമും കൃത്യമായി റെക്കോർഡ് ചെയ്യണതിനാണ് ടൈം സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൊരു ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫോട്ടോ എടുത്ത ഡേറ്റും ടൈമും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാറുണ്ട്. സോ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ആ പോസ്റ്റിൻ്റെ ഡേറ്റും ടൈമും കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാം റെക്കോർഡ് ചെയ്ത് വെക്കും. സോ പിന്നീട് നമ്മൾ ആ ഒരു പോസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ഏത് തീയതിയിലാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടാണ്. സോ ഇതാണ് ടൈം സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടൈം സ്റ്റാമ്പിംഗ്. ടൈം സ്റ്റാമ്പിങ്ങിൻ്റെ വലിയൊരു പ്രോബ്ലത്തിന് ബ്ലോക്ക് ചെയിൻ സൊല്യൂഷൻ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക്കലി സെക്യൂർഡ് ചെയിൻ ഓഫ് ബ്ലോക്സ് ആയിരുന്നു ടൈം സ്റ്റാമ്പ്ഡ് ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. സോ ഈ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ബ്ലോക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ഡാറ്റയിലും ഒരു തിരുത്തലോ അല്ലെങ്കിൽ അതിലൊരു കൈകടത്തലോ നമുക്ക് വരുത്താൻ പറ്റിയിരുന്നില്ല. സോ അത്രയ്ക്ക് ഇമ്മ്യൂട്ടബിൾ ആയിരുന്നു ആ ഒരു ബ്ലോക്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ. 1992 മെർക്കിൾ ട്രീ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ ഒരു ഡിസൈൻ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. ഈ മെർക്കിൾ ട്രീ ഡിസൈൻ ആഡ് ചെയ്തത് മൂലം ഒന്നിലധികം ഡോക്യുമെന്റ്സ് ഒരൊറ്റ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. സോ 1991 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണ്ടുപിടിക്കുകയും 1992 മെർക്കിൾ ട്രീ ഡിസൈൻ ആഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ 2004 വരെ ഈ ഒരു ടെക്നോളജി വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഈ ഒരു ടെക്നോളജി വലിയൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്നല്ലാതെ ഈ ഒരു ടെക്നോളജി പലരും യൂസ് ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല. ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം 2004 അഥവാ ബിറ്റ്കോയിൻ കണ്ടുപിടിക്കുന്നതിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റും ക്രിപ്റ്റോഗ്രാഫിക് ആക്ടിവിസ്റ്റുമായ ഹാൽഫിന്റെ RPOW അഥവാ റീയൂസബിൾ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന സിസ്റ്റം കണ്ടുപിടിച്ചു. സോ RPOWയുടെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള യുണീക്കും നോൺ എക്സ്ചേഞ്ചബിളുമായിട്ടുള്ള ഹാഷ് കാഷ് ടോക്കൺസ് റിസീവ് ചെയ്യുകയും ഈ റിസീവ് ചെയ്യുന്ന ഹാഷ് കാഷ് ടോക്കൺസിന് പകരമായി RSA സൈൻഡ് ടോക്കൺസ് യൂസേഴ്സിന് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു അതിന്റെ വർക്കിംഗ്. ഇതിൽ RSA സൈൻഡ് ടോക്കൺസ് എന്ന് പറയുമ്പോൾ ഈ റിസീവ് ചെയ്യുന്ന ഹാഷ് കാഷ് ടോക്കൺസ് RSA എന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടോക്കൺസ് ആയിരുന്നു RSA സൈൻഡ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് യൂസേഴ്സിന് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കൺസ് ആയിരുന്നു. ഇതായിരുന്നു RPOW സിസ്റ്റത്തിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഹെൽഫിന്റെ RPOW എന്ന സിസ്റ്റം കണ്ടുപിടിച്ചതിലൂടെ ഡബിൾ സ്പിന്നിങ് എന്നൊരു വലിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷനും കൂടി ആയിരുന്നു. അതേപോലെ തന്നെ യൂസേഴ്സ് റിസീവ് ചെയ്യുന്ന RSA സൈൻഡ് ടോക്കൺസിന്റെ ഓണർഷിപ്പ് ഒരു ട്രസ്റ്റബിൾ സെർവറിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിച്ചിരുന്നു. ഈ ട്രസ്റ്റബിൾ സെർവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ട്രസ്റ്റബിൾ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഡാറ്റയുടെയും കൃത്യതയും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു ട്രസ്റ്റബിൾ സെർവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ RPOW എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ചരിത്രത്തിലെ ഒരു ഏർലി സ്റ്റെപ്പും കൂടിയായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ബ്ലോക്ക് ചെയിൻ്റെ ചരിത്രത്തിലെ 1991 മുതൽ 2004 വരെയുള്ള ചരിത്രം മാത്രമാണ്. സോ ഇതിനുശേഷമുള്ള ചരിത്രം നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്നുള്ള റീസൺ കമന്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.